ഇത് അങ്കമാലിക്കടുത്ത് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് 2 ദിവസമായി ഞങ്ങൾ താമസിച്ചത്. ഇതൊരു മനോഹരമായ ഫാം ഹൗസാണ്. ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മാങ്കോസിയും റംബൂട്ടാനും പിന്നെ വാഴയും പ്ലാവും അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെയുണ്ട്. അടുത്തതായി ഞങ്ങളുടെ യാത്ര കേരളത്തിന്റെ സ്വർഗം മയിൽ എന്നറിയപ്പെടുന്ന വിളിക്കുന്നു. മയിൽ മയിൽ മൂന്നാറിലേക്കാണ്. അത് കാണാൻ പറ്റില്ലല്ലേ? കേരളത്തിൽ ഇപ്പോൾ പൊതുവെ വലിയ ചൂടാണ്. ഉച്ചസമയങ്ങളിൽ ഏകദേശം 38-41 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് മൂന്നാറിലേക്കുള്ള യാത്രയാണ് ഏറ്റവും അനുയോജ്യമായത്. എല്ലാ സമയത്തും നല്ല ക്ലൈമറ്റാണ് മൂന്നാറിലേത്. ഒരുപാട് വിദേശികളെയും സ്വദേശികളെയും അതുപോലെ നമ്മുടെ കേരളത്തിലുള്ളവരെയും ഇന്ത്യക്കകത്തുള്ളവരെയും ഓടാ. എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മൂന്നാറിലുണ്ട്. അപ്പോ യാത്രയ്ക്കായി രാവിലെ തന്നെ എല്ലാരും റെഡിയായി. രാവിലെ 6 മണിയായപ്പോ തന്നെ എല്ലാരും റെഡിയായി. ശരണ്യയും പിള്ളാരും ശരണ്യയുടെ അമ്മയും പപ്പയും അപ്പൊ ഞാനും എല്ലാം നേരത്തെ റെഡിയായി. കാര്യം തലേദിവസം മലയാറ്റൂരൊക്കെ പോയിട്ട് വന്നിട്ട് ഒരുപാട് ക്ഷീണമായിട്ട് എല്ലാരും നേരത്തെ കിടന്നുറങ്ങി രാവിലെ തന്നെ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടി എല്ലാരും നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഈ കാണുന്ന മയിൽ വാഹനത്തിലാണ് ഞങ്ങളുടെ യാത്ര. ഇത് റിനോൾട്ടിന്റെ കിഡ് എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല മൈലേജും നല്ല കംഫർട്ടും ഒക്കെ തരുന്ന വണ്ടിയാണ് ഇത്. രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ ആരും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് വേണം ഞങ്ങൾക്ക് ആഹാരമൊക്കെ കഴിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകളും കണ്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം എല്ലാം കഴിച്ച് ഇങ്ങനെ പതുക്കെ പോവാം. ഒരു 12 മണിയൊക്കെ ആവും തോന്നുന്നു മൂന്നാറിലേക്ക് എത്താൻ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു മൂന്നാറ്. മൂന്നാറിലേക്ക് ഇത് ഞങ്ങളുടെ മൂന്നോ നാലാമത്തെയോ യാത്രയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് മൂന്നാർ. ഒരുപാട് കാഴ്ചകളും മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് സ്ഥലങ്ങളും നമ്മളെ മൂന്നാർ മാടി വിളിക്കും. ഇവിടെ നിന്ന് നേരെ കോതമംഗലം, അടിമാലി, ആനച്ചാൽ വഴി മൂന്നാറിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അങ്കമാലിയിലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇവിടെ മിക്ക വീടുകളിലും കാണും എന്തെങ്കിലുമൊക്കെ കൃഷി. വാഴയോ തെങ്ങോ ജാതിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കൃഷി ഇവരുടെ പതിവാണ്. നേരിമംഗലം പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ തേൻകട കണ്ടത്. ശരണ്യയുടെ പപ്പയ്ക്ക് ലേഹ്യത്തിലൊഴിച്ച് കഴിക്കാൻ വേണ്ടി തേൻ വേണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായാൽ. അങ്ങനെ ശരണ്യയുടെ പപ്പയാണ് പറഞ്ഞത് പെട്ടെന്ന് ഈ കട കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് ഒതുക്കാൻ. അങ്ങനെ പിള്ളേർക്കും ഇവിടെ കണ്ടപ്പോൾ എന്തോ ഒക്കെ ഇഷ്ടമായി. കാര്യം ഇവിടെ എന്തോ ഈ തേൻകടയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹണി മ്യൂസിയം അങ്ങനെ എന്തോ ഒക്കെ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഈ തേൻ എടുക്കുന്ന പ്രക്രിയ, അതായത് ഈ തേൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഫിൽട്രേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആ പ്രോസസ് ഇവിടെ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. മനോഹരമായ ഈ മ്യൂസിയം കണ്ട ഉടനെ തന്നെ കുട്ടികളെല്ലാം ചാടി ഇറങ്ങി അവരുടേതായിട്ടുള്ള രീതിയിൽ അവരിവിടെ എല്ലാം ചാടി നടക്കുവാണ് കേട്ടോ. എടുക്കുന്ന രീതികളും അതിനുപയോഗിക്കുന്ന ഓരോ ടൂൾസും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ കാര്യങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ജോസിയും ജോമയും ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. അവരിതെല്ലാം കണ്ട് ഓടി നടന്ന് കാണുകയാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുമ്പോൾ അവർക്കെല്ലാം ഇതൊരു രസമാണ്. തേനീച്ചയുടെ മുട്ടയിൽ നിന്ന് അത് എങ്ങനെയാണ് രൂപാന്തരം പ്രാപിച്ച് ഒരു തേനീച്ചയായി എന്ന് മാറുന്നതും ആ തേനീച്ചയുടെ ഘടനയും അതിന്റെ ആ തേനീച്ചയുടെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങളെയും കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തേൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആ പിക്ചറൈസേഷനും ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. ആ ഒരു തേൻ എടുക്കുന്ന ആ ഒരു പ്രക്രിയയും ഫിൽട്രേഷനും എല്ലാ ആ ഒരു പ്ലാന്റ് ഉൾപ്പെടെ ഇവിടെ എല്ലാം അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഹണി മ്യൂസിയത്തിന്റെ
മുന്നിലായിട്ടാണ് തേൻ വിൽക്കുന്ന സ്റ്റോറും അതിന്റെ പുറകിലായിട്ടാണ് മ്യൂസിയവും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഈ മ്യൂസിയത്തിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഈ തേൻ എടുക്കുന്നതായിട്ടുള്ള പ്ലാന്റ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം മിഷൻസ് ആണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഈ തേനിനകത്ത് ഒരു സൂക്ഷ്മജീവികളും വളരത്തില്ല എന്നാണ് അവർ പറയുന്നത്. ജോസി എന്തൊക്കെ പോയി തപ്പുന്നുണ്ട് അവിടെ കേട്ടോ. ജോമയും ജോസിയും ഓടി നടന്ന് എല്ലാം കണ്ട് പഠിക്കുവാണ്. അവര് കുഞ്ഞുങ്ങളല്ലേ, ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ഈ തേനെടുക്കുന്ന കുപ്പികളും എല്ലാം പാക്ക് ചെയ്യാനുള്ള സാധന സാമഗ്രികളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു തേനിന്റെ ഒരു ശില്പമല്ലല്ലോ, ഒരു ചെറിയ ഒരു സ്ട്രക്ചർ ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറുതേനും വൻതേനും അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളും എല്ലാം വച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പല വിധത്തിലുള്ള നെല്ലിക്ക ലേഖ്യവും അതുപോലെ തന്നെ പല രീതിയിലുള്ള ലേഖ്യങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഓർഗാനിക് രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നല്ല വൃത്തിയോടുകൂടി പാക്കൊക്കെ ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈ ഹണി മ്യൂസിയത്തിന്റെ ഷോപ്പ് വരുന്നത് കോതമംഗലത്ത് നിന്ന് നേര്യമംഗലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കായിട്ടാണ് ഈ ഹണി മ്യൂസിയം. നിങ്ങൾ ആ മെയിൻ റോഡിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഹണി മ്യൂസിയത്തിന്റെ ഷോപ്പും മ്യൂസിയവും. കുഞ്ഞുങ്ങളൊക്കെ ഈ കരകൗശല വസ്തുക്കളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ശർമ്മയുടെ പപ്പയും അമ്മയും കൊണ്ട് അവരെല്ലാം മേടിപ്പിക്കുമെന്നാ തോന്നുന്നത്. പപ്പ ശർമ്മയുടെ പപ്പ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ. ഏകദേശം 2000 രൂപയുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു. പലതരത്തിലുള്ള ലേഖ്യങ്ങളും തേനും എല്ലാം മേടിച്ചു, ഒരുപാട് മേടിച്ചു. ഒരു ശർമ്മയുടെ പപ്പയ്ക്ക് അത് ഒരു മുതൽക്കൂട്ടായി എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് തപ്പി പറയണം. പല രീതിയിലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാട് രീതിയിലുള്ള നല്ല കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ആർട്ടിന്റെയും ഫോട്ടോയുടെയും രീതിയിലൊക്കെ പല രീതിയിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എല്ലാം നല്ല ഓഫർ റേറ്റ് ആണ്. ഒരുപാട് ഒരുപാട് പ്രൈസും അല്ല, അത്യാവശ്യം ചെറിയ രീതിക്ക് തന്നെ അത്യാവശ്യം എല്ലാ പ്രൈസിലും ഇത് വിൽക്കുന്നുണ്ട്. നിങ്ങളാരും രാവിലെ എണീറ്റിട്ട് ഒരു തരി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭക്ഷണത്തിന്റെ വിശപ്പിന്റെ കാര്യമേ മറന്നെന്ന് തോന്നുന്നു. എല്ലാവരും രണ്ട് കുഞ്ഞുങ്ങളും ഓടി ഓടി നടക്കുക ഇവിടെ അല്ല. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും വിശക്കുന്നേ, വാ എനിക്ക് വിശക്കുന്നേ എന്ന് പറയും. തടിയിലുണ്ടാക്കിയ പല രീതിയിലുള്ള ഒരുപാട് കരകൗശല വസ്തുക്കളും ടോയ്സും എല്ലാം ഇവിടെയുണ്ട്. അത്യാവശ്യം നല്ല ഓഫർ റേറ്റിലാണ് ഇവരെല്ലാം കൊടുക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കണ്ടോ, അവിടെ കിടന്ന് തപ്പുവാ. അവർക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ എടുത്തോണ്ട് വന്നിട്ട് ചെന്നൈയുടെ അമ്മയോട് പറയും, അമ്മ ഇതെനിക്ക് മേടിച്ചു തരുമോ. Mami? അപ്പം മേടിച്ചു കൊടുക്കും. അപ്പോ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് ദാണ്ട ഒരു ഹോട്ടലിൽ വന്നിരിക്കുക. നേര്യമംഗലത്തിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ഹോട്ടൽ. അപ്പം ഇവിടെ നിന്ന് ഒരുപാട് ഫുഡൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. കാര്യം പിന്നെ ചോദിച്ചപ്പോ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടെന്ന് പറയാം, എന്നാ നമുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ഇനി ഒരുപാട് ലേറ്റ് ആയിപ്പോയി. എത്രയും പെട്ടെന്ന് ഫുഡും കഴിച്ച് ഇറങ്ങിയാലേ നിങ്ങൾക്ക് 10 മണിക്ക് മുമ്പായിട്ട് മൂന്നാർ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുവാണ്. അപ്പോ നേര്യമംഗലം അവിടെ നിന്ന് അടിമാലി ആനച്ചാൽ വഴി മൂന്നാർ. അപ്പോ യാത്രകൾ കണ്ട് കണ്ട് പോവാം. എങ്ങനെ, ഓക്കെ അല്ലേ? ഇടുക്കിയുടെ മനോഹരമായ ആ ഭൂപ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമുക്കങ്ങനെ പാട്ടും പാടി യാത്ര ചെയ്തു പോവാം. മലകളെല്ലാം കുറച്ചെങ്കിലും മഞ്ഞുമൂടി കിടക്കുന്ന ആ കാഴ്ചകളൊക്കെ എന്ത് മനോഹരമാണ്. മനസ്സിന് കുളിർമയേകുന്ന ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കേരളത്തിന് സ്വന്തം. കേരളത്തിന്റെ സ്വർഗം എന്നറിയപ്പെടുന്നതാണ് മൂന്നാർ. ഈ മൂന്നാർ കേരളത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ഒരു പക്ഷേ തമിഴ്നാട്ടിലുള്ള ഊട്ടിയും കൊടൈക്കനാലും പോലുള്ള
ടൂറിസ്റ്റ് പ്ലേസുകളെക്കാളും ഏറ്റവും നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു മൂന്നാർ. ചില സമയങ്ങളിൽ അവിടത്തെയും കാട്ടി നല്ല തണുപ്പാണ് മൂന്നാറിലെ. എല്ലാവരും പറയുന്നു മൂന്നാർ മനോഹരം, സ്വർഗതുല്യം. നല്ലൊരു യാത്ര നിങ്ങൾക്കെല്ലാം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റോഡ് പണികളുണ്ട് കേട്ടോ. കാര്യം ഈ റോഡ് കുറച്ചുകൂടി വീതി കൂട്ടുന്നതിനായിട്ട് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി വീതി കൂട്ടി ഈ യാത്രകൾ വളരെ മനോഹരമാക്കാൻ വേണ്ടി റോഡ് വീതി കൂട്ടുകയാണ്. അപ്പോ അതിന്റെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. രണ്ട് സൈഡിലും മനോഹരമായ കാഴ്ചകളാണ്. അപ്പോ യാത്രകൾ മനോഹരമാകട്ടെ. കാഴ്ചകൾ കണ്ട് കണ്ട് പോവാം. കുട്ടികൾ രണ്ടുപേരും പുറത്തോട്ടൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കാണുകയാണ്. ജോമിക്കുട്ടിക്കാണ് ഭയങ്കര സന്തോഷം കേട്ടോ. ഈ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ. ജോസിക്കുട്ടിക്ക് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുക മാത്രമേ ലക്ഷ്യമുള്ളൂ. അപ്പോ ഞങ്ങള് നേര്യമംഗലം ടൗൺ കഴിഞ്ഞ് നേരെ നേര്യമംഗലം പാളത്തിലോട്ട് കയറുകയാണ്. ദേ മുന്നിൽ കാണുന്നു, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുതിയ പാലം പണി നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ പാലം പണി പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്ര പ്രാവശ്യം വന്നാലും ആ ചെറിയ നേര്യമംഗലത്തെ ആ ചെറിയ പാലത്തിലൂടെ പോകുമ്പോഴുള്ള ഒരു സുഖം മനസ്സിന് വളരെ സുഖമാണ്. ഇത് കേറി മൂന്നാർ പോവുക എന്നുള്ള ആ മനസ്സിന്റെ അകത്തുള്ള ഒരു വിങ്ങൽ ഇനി നമുക്ക് കിട്ടുമോ എന്നറിയത്തില്ല. ഇത് പൊളിക്കുവാൻ ചാൻസ് ഇല്ല. കാര്യം ഇത് ഒരു പഴയ ഒരു സ്വത്തായിട്ട് തന്നെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നു. കാര്യം ഈ പാലം അതിമനോഹരമാണ്. ഇത് പെയിന്റ് ഒക്കെ അടിച്ച് ഒരു പുരാവസ്തു പോലെ സൂക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ മിക്കവാറും പുതിയ പാലത്തിലൂടെയാകും യാത്ര. അപ്പോ നേര്യമംഗലം പാലമൊക്കെ കഴിഞ്ഞ് പാലമൊക്കെ കേറി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നല്ല ക്ലൈമറ്റും നല്ല കാലാവസ്ഥയും നല്ല കാഴ്ചകളുമാകട്ടെ. രണ്ട് സൈഡിലും ഇടതൂർന്ന് വളർന്ന മരങ്ങളും കണ്ട് നമുക്ക് ആ കാഴ്ചകളും ആസ്വദിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. ഇത് വാളറ വാട്ടർഫാൾസ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ഇത് വാളറ വാട്ടർഫാൾസ് ആണ്. വെള്ളം അത്യാവശ്യം വരുന്നുണ്ട്. ദൂരെ ആ കാണുന്ന മലഞ്ചെരുവിലൂടെ വരുന്ന ആ വെള്ളച്ചാട്ടം കാണാൻ അതിമനോഹരമാണ്. പക്ഷേ ആ മഴ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും വളരെ മനോഹരമാണ് ആ വെള്ളച്ചാട്ടം കാണാൻ. കുത്തിയൊലിച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന വെള്ളച്ചാട്ടം കാണാൻ. അതുപോലെ നല്ല സൗണ്ടും ആയിരിക്കും. അപ്പൊ നല്ല തണുപ്പുമായിരിക്കും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഈ ഉച്ച സമയമൊക്കെ ആവുന്നുണ്ട്. നല്ല ചൂടുമാണ് ഇവിടെ കേട്ടോ. അത്യാവശ്യം ചൂടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും വിളിച്ച് തിരിച്ചു പോവാണ്. കാര്യം ഇവിടെ ഒരു വെയിലത്താണ് നിൽക്കുന്നത്. ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് മൂന്നാർ അടുക്കാറായി. ഇനി കുറച്ചു ദൂരം കൂടെ മൂന്നാർ ടൗണിലോട്ട് എത്തേണ്ടതായിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ ഈ മൂന്നാർ ടൗണിലുള്ള ഹോട്ടലൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോട്ടലിന്റെ പേര് വന്നിട്ട് പാരഡൈസ് ഹോട്ടലാണ്. മൂന്നാർ ടൗണിൽ ഉള്ളിൽ തന്നെയുള്ള ഹോട്ടലാണ്. കാര്യം നമുക്ക് ഈ മൂന്നാറിന്റെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരിടമാണ് മൂന്നാർ പാരഡൈസ് ഹോട്ടൽ. 2 ദിവസമാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. 2 റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ശരണ്യയുടെ പപ്പയ്ക്കും മമ്മിക്കും ഒരു റൂമും ഞങ്ങൾക്ക് ഒരു റൂമും. കാര്യം രണ്ട് ഫാമിലി ഉള്ളതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് താമസിക്കുന്നതായിരിക്കും ഉചിതം. കാര്യം അല്ലെങ്കിൽ രണ്ട് ബെഡൊക്കെ ഒരുമിച്ചിട്ട് കിടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 റൂമിനും കൂടെ വന്നിട്ട് ഓൺലൈൻ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 7,000 സംതിങ് രൂപയാണെന്ന് തോന്നുന്നു 2 ദിവസത്തേക്കുള്ള റൂം റേറ്റ്. നമ്മൾ എത്ര പ്രാവശ്യം വന്നാലും മൂന്നാർ എന്ന് പറയുന്നത് നമുക്ക് മടുക്കത്തേയില്ല. ഓരോ സമയം വരുമ്പോഴും മൂന്നാറിന്റെ സൗന്ദര്യം കൂടുകയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വന്നപ്പോ ഈ റോഡ് പണി കാരണം കുറച്ച് ഒരു ഭംഗി നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു. പക്ഷെ ഈ പണിയെല്ലാം കഴിയുമ്പോൾ ഏറ്റവും മനോഹരിതമായിട്ട് ഈ മൂന്നാർ ടൗണും ഈ മൂന്നാറിന്റെ സ്ഥലങ്ങളുമെല്ലാം മാറുമെന്ന് തീർച്ചയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് പണികളൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ യാത്രകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവർക്കും തീരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന വണ്ടിയെക്കുറിച്ചും നമ്മൾ മുന്നോട്ട് പോകുന്ന റോഡിനെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. രാത്രിയായാലും പകലായാലും വളരെ വണ്ടിയുടെ സ്പീഡെല്ലാം ഒരു കുറച്ച് ഈ വളവുകളാണ് കൂടുതലും. അതുകൊണ്ട് അപകടമുണ്ടാകാത്ത രീതിയിൽ വളരെ നല്ലവണ്ണം വേണം നമ്മൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പിന്നെ ആ യാത്ര ഫുള്ളും കുളമാകും. മാത്രമല്ല അതൊക്കെ വലിയ വലിയ അപകടങ്ങളാണെങ്കിൽ അത് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് വളരെ നല്ലവണ്ണം വേണം നമ്മൾ യാത്രയിൽ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ. റോഡിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും പിറകിലും അപ്പുറവും ഇപ്പുറവും എല്ലാം നോക്കി വേണം നമ്മൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ. എപ്പോ വേണമെങ്കിലും അപകടം വരാം. അതുകൊണ്ട് യാത്രകൾ എല്ലാവർക്കും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഞങ്ങള് മൂന്നാർ ടൗണിനുള്ളിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഹോട്ടലിൽ പോയി
ബാഗെല്ലാം പറക്കി വെച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോവാൻ. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം അടുത്തുള്ള ഈ ടൗണിന് അടുത്തുള്ള 2, 3 ഗാർഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പോയി കാണാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നടക്കാൻ കാണും. എങ്കിലും കുഴപ്പമില്ല. ചെറിയ ഒരു തണുപ്പൊക്കെ ഇപ്പൊ ഉണ്ട്. ചെറിയ ചൂടുണ്ടെങ്കിലും ആ കാറ്റിന് നല്ല തണുപ്പാണ്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. വെയിലിന് ചൂടുണ്ടെങ്കിൽ പോലും ആ കാറ്റടിക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകും. നല്ല തണുത്ത കാറ്റാണ് ശരീരത്തിൽ ഏൽക്കുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് KSRTCയുടെ ടൂറിസ്റ്റ് വണ്ടികളെല്ലാം പോകുന്നത്. KSRTCയുടെ വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ സൈറ്റ് സീയിങ് ബസ്സുകളെല്ലാം ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവിടുന്ന് ഗ്യാപ്പ് റോഡ് വഴി തേനിയിലേക്ക് പോകുന്ന ബസ്സെല്ലാം ഇവിടുന്ന് രാവിലെയും എപ്പോഴുണ്ട്. രാവിലെയും തിരിച്ചും വരുന്ന ബസ്സുകളെല്ലാം ഇവിടെ നിന്നാണ് ട്രിപ്പ് എടുക്കുന്നത്. അപ്പോൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി KSRTC ബസ്സിൽ പോകുന്നവർക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര പോകാം. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിലും ട്രാഫിക് ഒന്നും വലുതായിട്ടില്ല. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ട്രാഫിക് ഉള്ളൂ. ചെറിയ രീതിയിലുള്ള കാര്യം. അത്യാവശ്യം വണ്ടി സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല. റോഡ് പണി എത്രയും പെട്ടെന്ന് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് മനോഹരമാണ് ഈ മൂന്നാർ ടൗൺ. ഈ റോഡിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് SN റെസ്റ്റോറന്റ്. അത്യാവശ്യം വെജ് നോൺ വെജും എല്ലാം കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഇത്. ഈ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് ടേൺ എടുത്ത് ഇച്ചിരി മുന്നോട്ട് ഒരു 100 മീറ്റർ പോലും ഇല്ല. കുറച്ച് ആ സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിലൂടെ ഈ കിടക്കുന്ന റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പാരഡൈസ് ഹോട്ടലിന്റെ മുൻപിലാണ്. ആ ലാസ്റ്റ് റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്നതാണ് പാരഡൈസ് ഹോട്ടൽ. അതിന്റെ അപ്പുറമായിട്ട് ഒഴുകുന്നത് ഈ മൂന്നാർ ടൗണിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ആ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്നതാണ് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഹോട്ടൽ. ഈ ടൗണിൽ മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ അകത്തോട്ട് മാറിയേ ഉള്ളൂ ഹോട്ടൽ. കാര്യം ആ ഹോട്ടലിലോട്ട് എത്തുന്ന റോഡ് തന്നെ വളരെ വീതിയോട് കൂടിയ നല്ല റോഡാണ്. കാര്യം ചിലരൊക്കെ നമ്മളൊക്കെ മുൻപൊക്കെ വന്നിട്ട് ഹോട്ടൽ എടുത്തിട്ട് ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. ആ ഹോട്ടലിൽ എത്താൻ പറ്റി നാരോ റോഡുകളായിരിക്കും. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അത്യാവശ്യം നല്ല ഹോട്ടലുമാണ്. ഇവിടെ എത്തിപ്പെടാൻ വളരെ നിസ്സാരമാണ്. ടൗണിൽ നിന്ന് ഏകദേശം 50 മീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, സോറി. അപ്പോ ഞങ്ങൾ നേരെ ആദ്യം പോയിട്ടത് ഇവിടെ ഈ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ള റോസ് ഗാർഡനിലോട്ടാണ് കേട്ടോ. ഈ റോസ് ഗാർഡനിൽ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ്. അപ്പം 5 വയസ്സിന് താഴെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഈ റോസ് ഗാർഡൻ വളരെ മനോഹരമാണ്. ഏകദേശം 1-2 ഏക്കർ ഈ റോസ് ഗാർഡൻ ഉണ്ട്. വളരെ ചുറ്റിക്കറങ്ങി കാണാൻ ഒരുപാട് ഏരിയ ഒന്നുമില്ല. പക്ഷേ കുറച്ചുള്ള സ്ഥലം തന്നെ അവർ വളരെ മനോഹരമായി ഗാർഡനൊക്കെ സൃഷ്ടിച്ച് നല്ല മനോഹരമായ വെറൈറ്റി റയർ ടൈപ്പ് ഫ്ലവേഴ്സും ചെടികളും ഒക്കെയാണ് ഇവരുടെ പ്രദർശനത്തിനായി വിൽപ്പനയ്ക്കായി വച്ചിട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ ഗാർഡൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നാത്ത വിധം നടന്നു കാണാൻ പറ്റുന്ന വിധമാണ് ഈ ഗാർഡൻ എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ശരണ്യയുടെ പപ്പയും അമ്മയും വന്നിട്ടില്ല കേട്ടോ. അവരവിടെ മേളിലിരിക്കുക. കാര്യം അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ വന്നിട്ടില്ല. ഞങ്ങളും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഇടയിൽ കൂടെ നടന്ന് അതുകൊണ്ട് ജോമിക്കുട്ടി പോകുന്നുണ്ടോ ഒരു വലിയ ബ്രേക്കും ഇല്ലാതെ സ്റ്റെപ്പൊക്കെ കാലൊക്കെ എടുത്ത് പൊക്കി വെച്ച് അവളുടെ ചിരിയുണ്ടോ എന്ത് മനോഹരം. അപ്പോ ഞങ്ങൾ ഈ ഗാർഡനിലൂടെ ചുറ്റിക്കറങ്ങി കാണുകയാണ്. എന്ത് മനോഹരമാണ്. ഇതിനകത്ത് ഫോട്ടോ എടുത്ത് തരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അത്യാവശ്യം ഒരു ഫോട്ടോയ്ക്ക് 100-150 രൂപയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഓരോ ചെടികളും എന്ത് മനോഹരമാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് ഒന്ന് തണുക്കട്ടെ അല്ലെ. ടെൻഷനും മനസ്സിനകത്ത് വളരെ ടെൻഷനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതൊക്കെ ഒരു റിലാക്സ് ആണ്. ഇത് കണ്ട് മനസ്സൊക്കെ ഒന്ന് തണുത്ത് വളരെ റിലാക്സ് ആയിട്ട് മാത്രമേ മൂന്നാറിൽ നിന്ന് വരുന്നവർ തിരിച്ചു പോകാൻ പാടുള്ളൂ. എന്ത് മനോഹരമാണ് റോസ് ഗാർഡൻ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ റോസ് ഗാർഡനിൽ. സീസൺ ടൈം ആണെങ്കിലും റോസ് ഗാർഡനിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അതെനിക്ക് ടിക്കറ്റ് എടുക്കുന്ന പ്രൈസ് കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല. ചിലർ ഈ ടിക്കറ്റ് എടുക്കാൻ മടിച്ചിട്ട് പലരും പല സ്ഥലങ്ങളിലും കയറാറില്ല. അവര് പുറമേ വന്ന് നോക്കിയിട്ട് എല്ലാവരും പോകാറാണ് പതിവ്. അതുകൊണ്ടായിരിക്കണം. കാര്യം റോസ് ഗാർഡനിലും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിപ്പോ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഈ റോസ് ഗാർഡനിൽ വന്നിട്ട്. പിള്ളേരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാം. ഡേറ്റയൊക്കെ വേണ്ടി പലതരത്തിലുള്ള ഓർക്കിഡ് ചെടികളും പലതരത്തിലുള്ള ഫ്ലവേഴ്സും പലതരത്തിലുള്ള ഈ ചെടികൾ പല റോസാപ്പൂക്കളൊക്കെ പലതരത്തിലുള്ള പൂക്കളൊക്കെ കണ്ടില്ലേ. എന്ത് മനോഹരമാണ്. ഓരോന്നും ഓരോ കളറാണ്. ഒന്ന് റോസ് ആണെങ്കിൽ ഒന്ന് മഞ്ഞ, ഒന്ന് ചുവപ്പാണെങ്കിൽ ഒന്ന് പച്ച, പലതരത്തിലുള്ള കളറാണ് ഓരോ ഫ്ലവേഴ്സിനും. എന്ത് മനോഹരമാണ് അല്ലെ ഈ ചെടികളൊക്കെ കാണാൻ.
അതുപോലെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ ഇറക്കവും കയറ്റവും എല്ലാം ഉള്ള വഴികളാണ് പലയിടങ്ങളിലും ഉള്ളത്. അപ്പോൾ അവര് കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുന്നത് കൊണ്ട് തന്നെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ കറക്റ്റ് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലടിക്കുന്നത് നമ്മൾ അറിയത്തേയില്ല. വെയിലിന് ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ തണുത്ത കാറ്റടിച്ച് നമ്മൾ ആ തണുപ്പിലേക്ക് തന്നെ പോവുകയാണ്. ചൂടുണ്ടെന്നത് അറിയുന്നേ ഇല്ല. എന്ത് മനോഹരമാണ് ഈ റോസ് ഗാർഡൻ. ഈ റോസ് ഗാർഡന്റെ പാർക്കിംഗ് ഒക്കെ വന്നിട്ട് ഈ റോഡ് സൈഡിൽ പാർക്കിംഗ് ഇല്ല. കുറച്ച് മുകളിലായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിന് നാല് ചുറ്റുമായിട്ടാണ് ഇതിന്റെ പാർക്കിംഗ് എല്ലാം വരുന്നത്. പാർക്കിംഗ് ഫുള്ളും ഫ്രീ ആണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് തന്നെയുണ്ട്. വണ്ടികളെല്ലാം അവിടെ ആ പെട്രോൾ പമ്പിന് അടുത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് ഏകദേശം 50 മീറ്റർ ആ മെയിൻ റോഡിന് അവിടെ പാർക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നാൽ മാത്രമേ റോസ് ഗാർഡനിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ യാത്രക്കാരുമായിട്ടൊക്കെ വരുന്ന വണ്ടികളാണെങ്കിൽ ഈ റോസ് ഗാർഡനിൽ ഇറക്കിയിട്ട് അവരെ വണ്ടി മേളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ, എന്ത് മനോഹരമല്ലേ ഈ ചെടികളൊക്കെ കാണാൻ, ഈ പൂക്കളൊക്കെ കാണാൻ. ഈ കാണുന്ന റോസ് ഗാർഡൻ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് സെന്ററിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് കാത്തുസൂക്ഷിക്കുന്നത്. ഇവിടെ 100-ൽ പരം പൂക്കളുള്ള ചെടികളും റെയർ ടൈപ്പുള്ള പലതരം റോസസും ഇവിടെ നമുക്ക് കാണാം. പലതരത്തിലുള്ള ഹെർബൽ പ്ലാന്റ്സും ഓർക്കിഡും എല്ലാം ഇവിടെ കാണാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് അവര് ചെറിയ പ്ലാന്റുകളിലാക്കി ചെറിയ ചെറിയ കൂടുകളിലാക്കി നമുക്ക് സെയിലുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികൾ പറഞ്ഞാൽ അവരത് നമുക്ക് അവരുടെ ഒരു വിലയുണ്ട്. അത്യാവശ്യം വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നണം. പുറമേ ഉള്ളതുപോലെ തന്നെ നമുക്കത് വിൽപ്പനയ്ക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അതേ ഒരു ചേച്ചി നിന്ന് ചെടിക്കൊക്കെ നനയ്ക്കുവാണ് കേട്ടോ. അത്യാവശ്യം ചൂടുകൂടെ ഉള്ളതുകൊണ്ട് ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. കാര്യം തണുപ്പുണ്ടെങ്കിലും ഇവിടെ മഴ അങ്ങനെ വലുതായിട്ടില്ല. മഴ സമയമായില്ലല്ലോ, സീസൺ ആയില്ലല്ലോ. മഴ സമയമാണെങ്കിൽ നനയ്ക്കേണ്ടതായിട്ടില്ല. ഈ ഗാർഡനിൽ കയറിയാൽ നമുക്കോ കുട്ടികൾക്കോ ആർക്കോ ബോറടിക്കത്തില്ല. കാര്യം അവർക്ക് ചുറ്റി നടന്ന് കാണുവാനും അത് കണ്ട് ആസ്വദിക്കുവാനും വളരെ സന്തോഷമാണ്. കാര്യം ചുറ്റും ഫ്ലവേഴ്സും ചെടികളും പലതരത്തിലുള്ള ചെടികളുമാണ് ഇവിടെ അവർ നട്ടു വളർത്തിയിരിക്കുന്നത്. കുറച്ച് സ്ഥലമായാൽ പോലും അവര് അത് വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് മനോഹരമല്ലേ ഈ സ്ഥലം കാണാനും. കുട്ടികൾക്ക് ഇവിടെ നിന്ന് കളിക്കാനും അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിനകത്ത് പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കാര്യം അതുകൂടി ഉണ്ടായാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കാര്യം പാർക്ക് വയ്ക്കാനുള്ള സ്ഥലം ഇവിടെ പരിമിതി ആയതുകൊണ്ടാണ് ഇവര് ഈ ഗാർഡനായിട്ട് മാത്രം തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർക്കിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ്. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ പ്ലാന്റും അവര് വെട്ടി ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടത്തെ സ്റ്റാഫ് എല്ലാം അതിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ടാണ് ഈ പാർക്കും ഈ ഗാർഡനും, പാർക്കല്ല ഈ ഗാർഡൻ എല്ലാം അവർ പരിപാലിച്ചു പോരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ജോമിയും ജോസിയെ കണ്ടത്തുള്ളി തുള്ളി ചാടി നടക്കും അവര്. ശരണ്യാണ് നമ്മുടെ വീഡിയോഗ്രാഫർ കേട്ടോ. ചിലപ്പോ ഞാൻ എടുക്കും, അല്ലെങ്കിൽ അവരെടുക്കും. പക്ഷെ ഫോൺ അത്ര ക്ലാരിറ്റി പോരാ, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്ത് മനോഹര അല്ലേ ഈ പലതരത്തിലുള്ള പൂക്കളുള്ള ചെടികൾ കാണാൻ. പലതരത്തിലുള്ള ഓർക്കിഡുകളും സൂര്യകാന്തി ചെടികളും എന്ത് മനോഹരമാണ് ഇതെല്ലാം കാണാൻ. ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇതിന്റെ പുറകിൽ ഒരു വലിയ അധ്വാനം തന്നെയുണ്ട് കേട്ടോ. ചെറിയ കാര്യമല്ല, അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നാളെ മൂന്നാറിലെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ നാളെ വരാം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മൂന്നാറിന്റെ ഫസ്റ്റ് ഡേ. അപ്പൊ ഈ റോസ് ഗാർഡൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അവിടെ പോയി ഇന്ന് റെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇനി നാളെ പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങത്തുള്ളൂ. എന്ത് മനോഹരമാണല്ലേ ഈ കള്ളിമുൾച്ചെടികളെല്ലാം. പലതരത്തിലുള്ള ഈ മുൾച്ചെടികൾ കാണാൻ എന്ത് ഭംഗിയാണ്. 100, 150, 200-ൽ പരം ഈ ചെടികൾ ഇവിടെയുണ്ട്. ഇത് പലതും റയറാണ്. ഇവിടെ കേരളത്തിൽ അപൂർവമായിട്ട് മാത്രമേ ഇത് കണ്ടുവരാറുള്ളൂ. ഇത് ഇവിടെയെല്ലാം അവർ കാത്തു പരിപാലിക്കുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അവർക്കൊന്നും മതിയാകില്ല. അപ്പോ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. കമന്റുകളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് രേഖപ്പെടുത്തണേ. അപ്പൊ ഞങ്ങളുടെ ജോമിക്കുട്ടിയുടെ ഡാൻസ് കണ്ട് എല്ലാവർക്കും സന്തോഷം. ബൈ.
ആ മതി മതി വാ 2 സെക്കൻഡ്